അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജ്തബയിൽ ഇന്ന് നാം പരിചയപ്പെടുത്തുന്ന സ്വഹാബി വനിത മൈമൂന ബിൻത് ഹാരിസ്. മൈമൂന റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹാരിസും മാതാവ് ഹിന്ദുമാണ്. സത്യവിശ്വാസിനികളായ സഹോദരിമാർ എന്നു നബി പ്രശംസിച്ച ഒരേ മാതാവിൻ്റെ 4 പുത്രിമാരിൽ മൈമൂന ബിൻത് ഹാരിസ് പെടുന്നു. ബർറ എന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ പേര്. നബിയുമായുള്ള വിവാഹശേഷം മൈമൂന എന്ന് മാറ്റി. മൈമൂനയുടെ ആദ്യ ഭർത്താവ് മസ്ഊദ് ഇബ്നു അംറായിരുന്നു. പിന്നീട് അബൂ റഹം എന്ന ആളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അബൂ റഹം മരിക്കുമ്പോൾ അവർക്ക് പ്രായം ഏതാണ്ട് 30. ലൗകിക ആഡംബരങ്ങളിൽ നിന്നകന്ന് അവർ ഭക്തിനിർഭരമായ ജീവിതം നയിച്ചു വന്നു. ആയിടയ്ക്ക് മൈമൂനയുടെ മനസ്സിൽ ഒരാഗ്രഹം മുട്ടിട്ടു, നബിയുടെ ഭാര്യയാവണം. ഭൗതിക സുഖമല്ല ഇതുവഴി അവർ കണക്കുകൂട്ടിയത്. തിരുമേനിക്ക് വേറെയും ഭാര്യമാരുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ സുഭിക്ഷതക്കോ സുഖാഡംബരങ്ങൾക്കോ സ്ഥാനമില്ലെന്നും അവർക്കറിയാം. ദുന്യാവിൽ വിശ്വാസികളുടെ മാതാവ് എന്ന അത്യുന്നത സ്ഥാനവും ആഖിറത്തിൽ നബിയുടെ ഭാര്യ എന്ന വിശിഷ്ട പദവിയും നേടലായിരുന്നു അവരുടെ ലക്ഷ്യം. ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ഭാര്യാപദം അലങ്കരിക്കുന്നതിനേക്കാൾ ഇഹപരഭാഗ്യം മറ്റെന്തുണ്ട്? തൻ്റെ ആഗ്രഹം മൈമൂന സഹോദരി ഉമ്മുൽ ഫദ്ൽ മുഖേന അബ്ബാസിനെ അറിയിക്കുകയും ഇക്കാര്യത്തിൽ വേണ്ടത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഹുദൈബിയ കരാർ അനുസരിച്ച് നബിയും 2000 അനുയായികളും മക്കയിൽ എത്തിയ സന്ദർഭമായിരുന്നു അത്. അബ്ബാസ് സഹോദരപുത്രൻ്റെ മുമ്പിൽ വിവാഹ നിർദ്ദേശം വെച്ചു. തിരുമേനി സമ്മതിക്കുകയും ഔപചാരിക സംഭാഷണം നടത്തി വിവാഹം ഉറപ്പിക്കാൻ മൈമൂനയുടെ സഹോദരി ഭർത്താവ് ജഅഫറിനെ അയക്കുകയും ചെയ്തു. കരാർ പ്രകാരം 3 ദിവസമേ മക്കയിൽ നബിക്ക് തങ്ങാൻ പാടുള്ളൂ. അത് കഴിയാൻ പോകുന്നു. സമയപരിധി അല്പം നീട്ടിക്കിട്ടിയെങ്കിൽ എന്ന് തിരുമേനി ആഗ്രഹിച്ചു. വിവാഹ നടപടികൾ പൂർത്തിയാക്കാനും അതിലുപരി ശത്രുക്കളുമായി സമ്പർക്കം സ്ഥാപിച്ച് അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനും സാവകാശം കിട്ടും. നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഖുറൈശികളുടെ 2 ദൂതന്മാർ നബിയുടെ അടുക്കലെത്തി. അദ്ദേഹം അവരോട് സൗഹാർദ്ദപൂർവ്വം ഇപ്രകാരം അഭ്യർത്ഥിച്ചു: എനിക്ക് കുറച്ചുകൂടി സമയം തരാൻ നിങ്ങൾക്ക് വിരോധമുണ്ടോ? എന്നാൽ നിങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് വിവാഹം കഴിക്കാനും നിങ്ങളെ പങ്കെടുപ്പിച്ച് ഒരു സദ്യ നടത്താനും അവസരം കിട്ടും. നബിയുടെ സാന്നിധ്യം ഇനിയും നീണ്ടുപോയാൽ മക്കയുടെ വാതിലുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ താനേ തുറക്കപ്പെടുമെന്ന് ശങ്കിച്ച ഖുറൈശി പ്രതിനിധികളുടെ മറുപടി ഇതായിരുന്നു: താങ്കളുടെ സദ്യ ഞങ്ങൾക്ക് ആവശ്യമില്ല, സ്ഥലം വിട്ടാൽ മതി. കരാർ മാനിച്ചുകൊണ്ട് മൈമൂനയുടെ കൂടെ വരാൻ പരിചാരകൻ അബൂ റൈഫിനെ അവിടെ നിർത്തി മുസ്ലിങ്ങൾക്ക് പുറപ്പെടാൻ നബി കൽപ്പന കൊടുത്തു. മക്കയുടെ കുറേ ദൂരെ തൻഈമിനടുത്തുള്ള സറഫ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇരുവരും ആദ്യമായി സന്ധിച്ചത്. അനന്തരം തിരുമേനി അവരെ മദീനയിലേക്ക് കൊണ്ടുപോയി. 7 കൊല്ലത്തെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു ഈ ഉംറ കർമ്മം. ഒരു അനുഗ്രഹീത അവസരത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ബർറക്ക് അനുഗ്രഹീത എന്ന അർത്ഥത്തിൽ മൈമൂന എന്ന് തിരുമേനി പേരിട്ടു. പേരു മാത്രമല്ല, അവരുടെ സ്ഥാനവും ഇതോടെ അനുഗ്രഹീതമായി. വിസ്മൃതിയിൽ ലയിച്ചു പോയേക്കാവുന്ന ആ സ്ത്രീ വിശ്വാസികളുടെ മാതാവ് എന്ന ബഹുമതിയിലേക്കും അതിലൂടെ പ്രശസ്തിയിലേക്കും ഉയർന്നു. നബി അവസാനമായി വിവാഹം കഴിച്ചത് മൈമൂനയെയാണ്. മരണത്തോട് അടുത്ത ദിവസങ്ങളിൽ നബിക്ക് വേദന കഠിനമായപ്പോൾ അദ്ദേഹം മൈമൂനയുടെ വീട്ടിലായിരുന്നു. രോഗബാധിതനായപ്പോൾ ആയിഷയുടെ അടുക്കൽ കഴിയാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ഇതു മനസ്സിലാക്കിയ മൈമൂന അദ്ദേഹത്തിൻ്റെ അഭീഷ്ടത്തിന് സന്തോഷപൂർവ്വം വഴങ്ങി. സൽസ്വഭാവിയും ബുദ്ധിമതിയുമായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ. ശർഇൻ്റെ വിധിവിലക്കുകൾ അക്ഷരം പ്രതിപാലിക്കും. സുന്നത്തിന് വിപരീതമായി വല്ലതും കണ്ടാൽ തത്സമയം അത് തിരുത്തുകയും ചെയ്തു. സ്നേഹത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും നിറകുടമായിരുന്നു മൈമൂന. പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനും രോഗികളെ ആശ്വസിപ്പിക്കാനും തബൂക്ക് യുദ്ധത്തിൽ മൈമൂന പങ്കെടുത്തു. ശുശ്രൂഷയ്ക്കും യുദ്ധരംഗത്ത് സേവനം ചെയ്യാനും ഒരു വനിതാ സംഘത്തെ സംഘടിപ്പിച്ച ആദ്യത്തെ സ്ത്രീ ഇവരാണെന്ന് പ്രസ്താവനയുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്,
ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയും കുടുംബബന്ധം പുലർത്തിയ ആളും മൈമൂനയാണ്. എന്ത് ത്യജിച്ചും പരലോകമോക്ഷം നേടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു മുസ്ലിം അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചാൽ അവൻ്റെ ഓരോ അവയവത്തിനും പകരമായി മോചിപ്പിച്ചവൻ്റെ അവയവത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മുക്തമാക്കുമെന്ന് നബി ഒരിക്കൽ പ്രസ്താവിച്ചത് മൈമൂന അറിഞ്ഞു. അവർക്ക് ആകെയുള്ള സ്വത്തായിരുന്നു സഹനവും തൻ്റെടവുമുള്ള ഒരു അടിമ യുവതി. മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് അവളെ തന്നെ അവർ മോചിപ്പിച്ചു വിട്ടു. നബിയുമായുള്ള വിവാഹത്തിൻ്റെ മധുരസ്മരണകൾ അയവിറക്കി ജീവിച്ച മൈമൂനയുടെ അന്ത്യാഭിലാഷമായിരുന്നു ആ ഭാഗ്യത്തിന് സാക്ഷ്യം വഹിച്ച സറഫ് എന്ന പ്രദേശത്ത് തന്നെ മറമാടണമെന്നത്. ഇതനുസരിച്ച് ഹിജറ 1-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞ് 81-ാം വയസ്സിൽ അവർ അന്തരിച്ചപ്പോൾ പ്രസ്തുത പ്രദേശത്താണ് ഖബറടക്കിയത്. നബിയിൽ നിന്നും മൈമുന റിപ്പോർട്ട് ചെയ്ത 46 ഹദീസുകൾ സിഹാഹു സിത്തയിൽ വന്നിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ 13 ഹദീസ് ഉൾപ്പെടെ.